പൂപ്പുണ്ട് പൂപ്പൊടി ഇങ്ങനെ കൊണ്ടുവന്നാ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ പുതിയൊരു പാത്രമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ആ ഗാരോൻ്റെ പാത്രം തന്നെയാണ് കേട്ടോ. ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, ആ പാത്രവും ഈ പാത്രവും ഓല ഒരുമിച്ചാണ് അയച്ചത്. പക്ഷെ വന്നപ്പോൾ 3-4 ദിവസം ഡിലേ ആയി. അതുകൊണ്ടാണ് ആദ്യം അത് കാണിച്ചത്, പിന്നീട് ഇതും കാണിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ ഇതിലാണ് കേട്ടോ. ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഗ്യാസ് സ്റ്റോപ്പിലും ഇൻഡക്ഷനിലും പിന്നെ ഡിഷ് വാഷറും ഒക്കെ സേഫാണ് കേട്ടോ. അപ്പം നമുക്കേ 2.5 ലിറ്ററാണ് കേട്ടോ അത്. അപ്പം നമുക്ക് ഇന്നത്തെ അംഗം തുടങ്ങിയാലോ. അപ്പം ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും റെസിപ്പി ഉൾപ്പെടുത്താം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ റെസിപ്പി ഒന്ന് ഉൾപ്പെടുത്തിയെന്നു എന്നൊരു കമൻറ്റ് വന്നാലോ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇനി ഞാൻ റെസിപ്പിയൊക്കെ ഞാൻ ഉൾപ്പെടുത്തട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ സവാളയും ഇതൊന്നും തൊലി കളഞ്ഞ് വെക്കാഞ്ഞത്. അപ്പോൾ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളൂ, ചതച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ സവാളയും തക്കാളിയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം എന്നൊന്നുമില്ല, ഞാൻ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് വരിഞ്ഞെടുക്കാം. വരിയണത് കാണണമെന്നില്ല, പക്ഷെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ നമ്മുടെ ആ വിര കാണും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പുതിയ ഈ പാത്രത്തിലാണ് നമ്മുടെ ഇന്നത്തെ കുക്കിങ്. ഇതൊരു ഫ്രൈ പാനാണ് കേട്ടോ. ഫ്രൈ പാനും പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ളതൊക്കെ വെക്കാൻ പറ്റും. കുറച്ച് വിശാലമായ പാത്രമാണ്. വിശാലമായി നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രമാണ് കേട്ടോ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കഴിഞ്ഞ പാത്രം പറഞ്ഞ പോലെ തന്നെ 3 ലെയർ കോട്ടിങ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം കട്ടിങ് ആനൊക്കെയുള്ള പാത്രമാണ്. പിന്നെ ഇതാ 2 സൈഡിലും ഹാൻഡിൽ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പിടിക്കാനും സൂപ്പറാണ്. പിന്നെ അടുപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടിയും. അപ്പം നമുക്ക് പുതിയ പാത്രത്തിലാക്കിയാലോ ഇന്നത്തെ കുക്കിങ്. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. ഇപ്പം മഴ ആയതുകൊണ്ടേ വെളിച്ചെണ്ണയൊക്കെ നല്ല ഉറക്കത്തിലാണ്, വെളിച്ചം അണത്തിയിട്ട് വേണം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേ അതിക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. ഇതെന്തിനാന്ന് വെച്ചാലേ നമ്മൾ ആ മുട്ടത്തിലൊന്ന് മസാല ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടല്ലേ, വരിഞ്ഞൊക്കെ വെച്ച ആ മുട്ട ചേർത്തിട്ട് ഒന്നൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഒന്ന് ആ മസാല ഒന്ന് ഇതിമ്മിലൊന്ന് പിടിച്ചിട വരെ ഒരു ഇത്തിരി നേരം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഞാനിതാ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ആ പാത്രം കഴുകിയിട്ടൊന്നുമില്ല, അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സംഗതികളൊക്കെ അല്ലേ, ഇഞ്ചി വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെച്ചതും പിന്നെ പച്ചമുളക് ഒന്ന് നടുമുറിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയും സവാളയൊക്കെ ഒന്ന് കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തത് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കോമഡിയിൽ പറഞ്ഞ മാതിരി സവാള ചെറുതാക്കിയാണ് അരിയേണ്ടത്. ഇനിയിപ്പോൾ വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല, മിക്സിയിലിട്ട് അടിച്ചാനുള്ളതാണല്ലോ. അപ്പോൾ അതിക്ക് ഞാനൊരു 4-5 അല്ല കുറച്ച് ഇതുണ്ടല്ലോ അണ്ടിപ്പരിപ്പില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വാടി വരട്ടെ, അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിച്ചൂല കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വാടി വന്നിക്കണ്. അപ്പോൾ ഞാൻ വേഗം പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ചൂടാറിയിട്ട് വേണമല്ലോ. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാൻ ഇതിൽ വെച്ചാൽ ആ ചൂടിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. പാത്രം കുറച്ചധികം സമയം ചൂട് നിൽക്കും കേട്ടോ, നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട്. അപ്പം ഇതൊന്ന് ചൂടാറി വന്നിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിതാ ആ പാന് പിന്നെ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, അതിൽ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിനി അത് ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ മിക്സിൻ്റെ ജാറിലെല്ലാം കൂടി ചുവറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. പിന്നെ അതിക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്തത്. പിന്നെ കുറച്ച് കളറ് എരിവൊക്കെ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അതൊക്കെ ഓരോ ഇഷ്ടമല്ലേ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുമ്പോഴാണല്ലോ അത് നമ്മളതായിട്ടുള്ള എന്താ പറയുക ക്രിയേറ്റിവിറ്റി ആവണല്ലേ. അപ്പം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായില്ല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിക്കണം.
പിന്നെ ഞാൻ അതിലേക്ക് പാലാണ് കേട്ടോ ചേർത്തത്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, പിന്നെ ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർക്കാം, എന്തും ചെയ്യാം. അപ്പൊ പിന്നെ ഞമ്മക്ക് എന്താ ഇത് മതിയല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പാലുള്ളത് കൊണ്ട് പാല് ചേർത്തു കേട്ടോ. പിന്നെ മല്ലിയില, പിന്നെ ഒരു ചീസിന്റെ കഷ്ണം ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ, അതാണ് ചേർത്ത് കൊടുത്തത് ഇതിന്. പിന്നെ പാലും ചീസൊക്കെ എന്താ പറയാ, ഒരമ്മ പറ്റ മക്കളായതുകൊണ്ട് ഓലങ്ങോട്ട് ബ്ലെൻഡ് ആയിക്കോളും അത് വിചാരിച്ചിട്ട് കുറേ മുന്നേ വാങ്ങിച്ച ചീസ് കഴിഞ്ഞ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തു. ഇതൊന്നും ചേർത്ത് വിചാരിച്ച് ഭയങ്കര മധുരമായിട്ടൊന്നും അല്ലേ ഇനി നമ്മളെ കറി കേട്ടോ. അപ്പൊ പാല് ഞാൻ കുറച്ചുകൂടി ഒക്കെ ചേർത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നീട് ലാസ്റ്റ് നല്ല കുറുകിയപ്പോ പിന്നെ നമ്മളെ മുട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തേ. ഇത്രയും മുട്ടയൊന്നും നമുക്ക് രാവിലെ ആവശ്യമില്ല കേട്ടോ, മക്കൾക്ക് സ്കൂൾക്കും കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 മുട്ട എക്സ്ട്രാ ഇട്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടോ. ഇതാദ്യം കണ്ടപ്പോ മക്കളെ ഇത് രസം ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓല് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം റെഡി ആക്കിയ പാടന്നെ ഓൾക്ക് എടുത്തു കൊടുത്തപ്പോ, ഞാൻ മുട്ടയൊക്കെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോ ഇന്ന് പുട്ടേനി കേട്ടോ കടി. അപ്പൊ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഒരു ഇത്തിരി കഴിച്ചു നോക്കി, എന്നിട്ട് ഇഷ്ടാക്കണേ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ ആ ഗ്രേവി ഒക്കെ ഒഴിച്ച് കഴിക്കാനിട്ടോ. നല്ല രസമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് മദ്രസക്ക് പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പേ ഇന്നിപ്പോൾ ഏതായാലും പുതിയ പാത്രമൊക്കെ കിട്ടിയതല്ലേ, മക്കൾക്ക് ഇന്ന് സ്കൂൾക്ക് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എന്നൊന്നും മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കൂട്ടാൻ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകില്ല. സ്കൂളിൽ ചോറുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഒരു സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങലാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഓരോ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയ പാത്രം വന്ന സന്തോഷത്തിൽ ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെയ്യും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ എന്നിട്ട് പിന്നെ ഞാൻ സവോളയും ക്യാരറ്റും കൊത്തി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. സ്പൈസസ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ചോറിൽ സ്പൈസസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിയൊക്കെ വലിയ ഇഷ്ടമല്ല, പിന്നെ ഉൽക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനത് പിന്നെ സ്പൈസസ് ചേർക്കാഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും സവോളയും ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ ഞാനത് അടച്ച് വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ കിഴങ്ങാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. കിഴങ്ങ് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടേ ഒന്ന് ചെറിയ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ പോലെ ആക്കിയെടുത്തത് കഴിഞ്ഞ്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ചോറ് ഞാൻ ബിരിയാണി അരി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ സ്പൈസസ് ഇട്ടിട്ടുണ്ടായിനി, അതും ഞാൻ നുള്ളിപ്പൊറുക്കി കളഞ്ഞിരിക്കണം കേട്ടോ. അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ നുള്ളിപ്പൊറുക്കി കളഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിനി അത്. അപ്പോൾ ഇതൊരു ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയാൻ പറ്റൂല, ഏകദേശം അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങോട്ട് പോകും, അത്ര ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ടൊമാറ്റോ സോസോ സോയാ സോസോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഈ ഒരു അടുപ്പിന് 2 അടുപ്പ് സോയാ സോസ് ഇവിടെ ഉണ്ടായിനി, അത് ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിനി അത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുട്ട കുത്തി എന്താ പറയുക ചിക്കി എടുക്കൂലേ, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ മുട്ട ഗ്രേവി ഉണ്ടാക്കിയണല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തു കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കണേ ഞാൻ കാണിച്ചോ, ഞാൻ ആദ്യം ക്യാരറ്റും ഇതും ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ചോറ് ഞാൻ ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കണത് കാണിച്ചാൽ കേട്ടോ. അപ്പം നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി റെഡി ആയിട്ടോ. അപ്പം ഇതേ ഞാൻ ഇതവിടെ ഒന്നും ഹാൻഡിൽമേലൊന്നും ഇതാ ചൂട് ആവൂല കേട്ടോ. അപ്പോൾ നമുക്ക് സേഫായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനൊരു വാഴൻ്റെ ഇല പറിച്ചാൻ ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ലഞ്ച് ബോക്സ് ഒന്നും ഇല്ല കേട്ടോ, കാരണം ഒരു സ്കൂൾക്ക് ചോറിന് പാത്രമാണല്ലോ കൊണ്ടുപോകുക. അപ്പം അതുകൊണ്ട് 2 ആൾക്കും ലഞ്ച് ബോക്സ് ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ നമ്മൾ മുട്ടക്കറി കിട്ടല്ലോ, അതിന് കുറച്ച് മല്ലിയില മാറ്റി വെച്ചിരുന്നു ഇതിക്കിടാൻ, പക്ഷെ മറന്നു പോയിട്ടോ. അപ്പോൾ ഞാൻ അത് പിന്നെ മാറ്റി വെച്ചിട്ടു, പിന്നെ ഈ കിട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പേ ഞാൻ പറഞ്ഞില്ലേ ലഞ്ച് ബോക്സ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ലഞ്ച് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് വാഴയിലാക്കാം ലഞ്ച് ബോക്സ് എന്ന് വിചാരിച്ച് ഞാൻ വാഴൻ്റെ ഇലയൊക്കെ പറിച്ചു കൊണ്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ 2 പീസാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ആ തണ്ടില്ലേ അതിങ്ങോട്ട് മാറ്റിയിട്ടുണ്ടേനി കേട്ടോ. ആ 2 പീസിന് മതി ഓൾക്ക് 2 ആൾക്കും ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാനതൊന്ന് കേകി എടുത്തത് കേട്ടോ, അല്ലെങ്കിൽ ഞാനത് വാഴൻ്റെ ഇല പൊട്ടിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം വാട്ടിയിട്ടൊക്കെ കേകി എടുത്തു. ഇനി നമുക്ക് വാഴൻ്റെ ഇല വാഴൻ്റെ ഇല അല്ലല്ലോ, ചോറ് പൊതിഞ്ഞെടുക്കാം. വാഴൻ്റെ ഇല വാട്ടിയ കുറച്ച് കൂടിപ്പോയോ, വാഴൻ്റെ പച്ചക്കളറൊക്കെ ഇലൻ്റെ പച്ചക്കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വന്നിരിക്കണേ. അപ്പം നമുക്ക് ചോറാക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയും ചോറൊന്നും ഓല് കഴിക്കൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓൽക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ തോന്നിയാൽ കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വായൻ്റെ പൊതിയണമൊന്നും കണ്ട് നിങ്ങൾ ആരും കളിയാക്കരുത് കേട്ടോ. എപ്പോഴൊന്നും പൊതിയാത്തത് കൊണ്ട് ഇത് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ആ ഒരു ടച്ച് വിട്ടു കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ അല്ലേ വായൻ്റെ ഇലയിൽ ഇങ്ങനെ ചോറൊക്കെ പൊതിഞ്ഞ് കൊടുത്തേക്കണല്ലേ ഉള്ളൂ. അതൊക്കെ കൊണ്ടിട്ടാണ്. അപ്പം ഞാൻ ഇത് അജുവിനുള്ളതാണ് കേട്ടോ. അപ്പം അത് ഞാനിന്ന് പൊതിഞ്ഞ് സെറ്റാക്കി വെക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് ഞാൻ പിന്നെ കയറൊന്നും കെട്ടി ഒന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതൊരു കവറിലിട്ട് സെറ്റാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ നീയക്കുട്ടിക്കുള്ളത് ഓക്കും ഓളിപ്പോൾ അതാ ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ കഴിക്കുക. അപ്പം ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ടേനു കേട്ടോ. ഓളും തന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും കേട്ടോ. വന്നിട്ട് എന്നോട് പറഞ്ഞു ചെയ്തിട്ടുണ്ടേനു, ഉമ്മച്ചിയെ കൂട്ടുകാരത്തികൾക്കൊക്കെ നല്ല ഇഷ്ടമായി, ഇതെങ്ങനെയാണ് എൻ്റെ ഉമ്മച്ചി റെസിപ്പി ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. അപ്പം ഞാൻ പറഞ്ഞേ ഉമ്മച്ചി യൂട്യൂബ് ചാനലിലിടും, അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അപ്പം നീയക്കുട്ടിൻ്റെ പൊതിഞ്ഞപ്പോഴാണ് ഒന്നുകൂടി ഒതുക്കിങ്ങാണ്ട് പൊതിയണ്ടീനി അജുവിൻ്റെ പൊതിയെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ ഒന്നിന് പൊതിഞ്ഞ് വന്നപ്പോഴേ രണ്ടാമത് പൊതിഞ്ഞപ്പോഴാണ് അത് ശരിക്കും ഒരു ഞാക്ക് വന്നത്. അപ്പം ഞാൻ അജുവിൻ്റെ എടുത്തിട്ട് ഒന്നും കൂടി ശരിക്കും ഒന്ന് പൊതിയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എനിക്കൊരു തോന്നൽ ചോറ് തികയൂലേന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ചോറ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കി ഓൽക്കിൽ ഫുഡും ഒക്കെ റെഡിയാക്കിക്കണം കേട്ടോ. ഞാനിതിൻ്റെ പുറത്ത് വായൻ്റെ ഇലൊന്നും വായൻ്റെ ഇലല്ല കെട്ടിയിട്ട് കയറ് വെച്ചിട്ട് കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ എന്ത് കഴിഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ട് നല്ലപോലെ വരിഞ്ഞിങ്ങനെ കെട്ടിക്കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ പേപ്പർ കെട്ടഴിഞ്ഞ് പോരും, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ മുട്ടയും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓലെ കൂട്ടാൻ പാത്രത്തിൽ. അപ്പം നീയക്കുട്ടിക്ക് വെറും മുട്ട മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനു. പക്ഷേ അജുക്കൂട്ടൻ പറഞ്ഞ് എനിക്ക് ആ ഗ്രേവി ഉള്ളത് ഒഴിക്കണം കേട്ടോ. നല്ല ഇഷ്ടമായിണ് അജുവിന് ഗ്രേവി. പക്ഷെ നീയക്കുട്ടിക്ക് ഓള് രാവിലെ പൊതുവെ ഇങ്ങനെ ഇത് കഴിക്കാത്തതുകൊണ്ടേക്കുമ്പോൾ വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൽക്കില്ല വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതും കൂടി ആയാൽ ഓൽക്കില്ലതായിട്ടോ. എപ്പോഴൊന്നും ഇങ്ങനെ കൊടുത്തേക്കൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ മക്കൾക്ക് ഇങ്ങനെ ചിലപ്പോൾ പൊതിച്ചോറ് പോലെയോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എന്തെങ്കിലും റൈസൊക്കെ ഉണ്ടാക്കിയാണ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഓൾക്ക് നല്ല ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൂട്ടാണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ അതിനും നേരം കിട്ടാത്ത ദിവസങ്ങൾ വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ വെറും വെള്ളവും പിന്നെ ചോറിനുള്ള പാത്രം മാത്രം ആക്കി കൊടുക്കുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് പോൽക്കേ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആയപ്പോൾ അജുവിൻ്റെ ആ മുഖത്തെ തെളിച്ചൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ പിന്നെ ഓലൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് നമ്മുടെ ഇവിടെ പാത്രം കഴുകൽ ഒരു അംഗമുണ്ട് കേട്ടോ. കാരണം രാവിലത്തെ ചായ കുടിച്ച പാത്രങ്ങൾ അത് കഴിഞ്ഞേക്കനെ ഞാൻ പിന്നെ ചോറിനുള്ള പരിപാടിക്ക് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചിലപ്പോൾ ചെനക്കൂട്ടൻ അതിൻ്റെ ഇടയിൽ ഇളകിയാലൊക്കെ പിന്നെ വിചാരിച്ച മാരികൾക്ക് നമുക്ക് കൊടുത്തേക്കാനും പറ്റൂല. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചുണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അതിലേറെ ഇടങ്ങാറില്ലേ. അപ്പം ഞാൻ വിചാരിച്ച പാത്രം കഴുകൽ അവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് നമുക്ക് പിന്നെ കേക്ക് എടുക്കാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാനതങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പാത്രം കൂടി കഴുകി വെച്ചാൽ പാത്രം കഴുകൽ പരിപാടി തീർന്നു. രാവിലത്തെ ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഈ പാത്രം അടിയിലൊന്നും പിടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ നിങ്ങൾ അതിൻ്റെ ഉള്ളിതാ ഒന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ടാണ് അതൊന്നും അടിയിൽ പിടിച്ചാത്തത് കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ മാതിരി പേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പാത്രമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആമസോണിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്തിട്ട് പുതിയ പാത്രമൊക്കെ വാങ്ങിച്ചോളി. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.